സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ ഒരു നല്ല കാര്യം സംഭവിച്ചു. ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ കുടുങ്ങിയ 46 പേർക്ക് മടക്കയാത്രയ്ക്ക് വഴിയൊരുങ്ങി. 2 പ്രത്യേക വിമാനങ്ങളിലായി മുഴുവൻ പേരെയും കൊച്ചിയിൽ എത്തിക്കുമെന്ന് അഗത്തിയിൽ നിന്ന് വിമാന കമ്പനിയുടെ മാനേജർ സുരേഷ് ഗോപി അറിയിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രി ഇടപെട്ട് വിമാന കമ്പനിയുമായി നടത്തിയ ചർച്ചയും ഈ പ്രശ്നത്തിന് പരിഹാരമാകാൻ കാരണമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാങ്കേതിക തകരാറിനെ അലയൻസ് എയറിൻ്റെ വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാർ അവിടെ കുടുങ്ങി. ഓണം ആഘോഷിക്കാൻ പോയ ആൾക്കാരാണ് അഗത്തിയിൽ കുടുങ്ങിപ്പോയത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ്, പറയൂ. എസ്കെൻ, ഓണാവധി ആഘോഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ സംഘമാണ് ഇന്നലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം റദ്ദാക്കിയതോടുകൂടി ലക്ഷദ്വീപിൽ കുടുങ്ങിയത്. ഇന്നലെ ഇവരുടെ ദുരിതം സംബന്ധിച്ചുള്ള വാർത്ത 24 പുറത്തുവിട്ടിരുന്നു. ഇതോടുകൂടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കം 46 പേരായിരുന്നു ഇന്നലെ അഗത്തി വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയത്. ഭക്ഷണമോ വെള്ളമോ താമസമോ ഒന്നുമില്ലാതെ ഇവർ മണിക്കൂറുകളോളം ഈ വിമാനത്താവളത്തിൽ കാത്തിരുന്നു. പക്ഷേ സാങ്കേതിക തകരാർ മൂലം വിമാനം റദ്ദാക്കിയതോടുകൂടി ഇനി മറ്റൊരു വിമാനം ക്രമീകരിക്കുന്നത് വരെ അവിടെ തുടരാനായിരുന്നു വിമാന കമ്പനിയുടെ നിർദ്ദേശം. പക്ഷേ താമസ സൗകര്യം അടക്കം ഒരുക്കിയിരുന്നില്ല. പിന്നെ 24 നിരന്തരം വാർത്ത പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഇവരെ കൊണ്ടുവന്ന ടൂർ ഏജൻസി തന്നെ ഇന്നലെ രാത്രി ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി. ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുന്നതും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതും. വിമാന കമ്പനിയുമായി ചർച്ച നടത്തുകയും ഇവർക്ക് 2 പ്രത്യേക വിമാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഇന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയുമായിരുന്നു. രാവിലെ 9:30-ക്കും വൈകുന്നേരം 4 മണിക്കും 2 വിമാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 46 പേരെയും നാട്ടിലെത്തിക്കാനുള്ള ദൗത്യത്തിലേക്ക് ഇടപെടലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന എസ്കെ. ഓക്കെ, താങ്ക് യു സൂരജ് സജി.